പാപരഹിത ജീവിതം നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ട്. പാപം ചെയ്യാതെ ജീവിക്കുമ്പോൾ ഒരു ആത്മാവ് അനുഭവിക്കുന്ന ധൈര്യമുണ്ട്. പാപത്തിന്റെ ആ ഒരു കെട്ടിലായിരിക്കുമ്പോൾ ആത്മാവ് പിന്നീട് ഭയത്തിലേക്കും കുറ്റബോധത്തിലേക്കും നിരാശകളിലേക്കും മരണാസന്ന സമയങ്ങളിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ വല്ലാത്ത വിഭ്രാന്തിയിലേക്കും അസ്വസ്ഥതയിലേക്കും കടന്നു പോകും. കാരണം ഈ പാപം ഉള്ളിൽ കടക്കുമ്പോൾ അത് കുറ്റപ്പെടുത്താൻ തുടങ്ങും. ഹൃദയത്തിൽ പാപത്തിന്റെ സ്വാധീനം വരുമ്പോൾ അത് നമ്മളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ചിലരൊക്കെ ചില പാപത്തിന്റെ കുറ്റബോധത്തിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പാപം അത് സമ്മാനിച്ച കുറ്റബോധത്തിലും കർത്താവിന്റെ കരുണയിലും കുമ്പസാരത്തിലും പാപം ഏറ്റു പറഞ്ഞ കർത്താവിന്റെ കരുണ പൂർണ്ണമായി സ്വന്തമാക്കിയ ഒരു ആത്മാവ് കുറ്റബോധത്തിൽ കഴിയേണ്ട ആവശ്യമില്ല. പക്ഷേ അതുപോലെ പിശാച് മറച്ചു പിടിച്ച് കർത്താവിന്റെ കരുണയിൽ പൂർണ്ണമായി ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ കുറ്റബോധത്തിൽ കഴിയുന്ന ഒത്തിരി പേരുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആന്തരിക സൗഖ്യ ധ്യാനങ്ങളിലും ഒക്കെ പലപ്പോഴും കണ്ടുപിടുന്ന പലരുടെയും ജീവിതം കുറ്റബോധത്തിന്റെ അടിമത്തത്തിൽ. എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിരിക്കുന്നത് ദാമ്പത്യ അവിശ്വാസം കാണിച്ചതിന്റെ അപോഷണം നടത്തിയതിന്റെ ഇതിന്റെ കുറ്റബോധം വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താണ്, കുമ്പസാരിച്ചതാണ്, കർത്താവിന്റെ കരുണ അനുഭവിച്ചാണ്. പിന്നെ അതേക്കുറിച്ച് നമ്മെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. കർത്താവിന്റെ കാരുണ്യത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരാത്മാവ് എന്ന് എപ്പോൾ എത്ര കഠിന പാപം ചെയ്താലും കർത്താവിന്റെ കാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ച ഒരു പാപം നമ്മെ കുറ്റപ്പെടുത്താൻ നാം അനുവദിക്കരുത്.